തെലങ്കാനയിൽ കോൺഗ്രസ് സെഞ്ചുറി നേടും എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BRSന്റെ മുഴുവൻ MLAമാരും റാവു ഒഴികെയുള്ളവർ BRSൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും ഇതിനു വേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പായി. കാരണം കൂറുമാറ്റ നിരോധന നിയമം അത് പ്രാവർത്തികമായാലല്ലേ അവർക്ക് രാജിവെക്കേണ്ട കാര്യം പോലുമുള്ളൂ. അത്തരത്തിൽ ഒരു ആക്ഷേപം പോലും BRSക്കാർ ഉന്നയിക്കുന്നില്ല. കാരണം റാവുവിനറിയാം കോൺഗ്രസിനെ ചതിച്ച വ്യക്തിയാണ് അയാൾ എന്നത്. കാരണം തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകൃതമാകാൻ നിതാന്തമായ പരിശ്രമം നടത്തിയത് കോൺഗ്രസ് ആണ്, അതല്ലാതെ BRSന് യാതൊരു പങ്കുമില്ല. അന്ന് ന്യൂഡൽഹിയിൽ വെച്ച് റാവു ജനങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും എല്ലാവരും ഓർക്കുകയാണ്. കോൺഗ്രസിനെ അകമഴിഞ്ഞ് ഞങ്ങൾ പിന്തുണയ്ക്കും, TRS കോൺഗ്രസിലേക്ക് ലയിക്കും, താൻ കോൺഗ്രസിൻ്റെ അംഗത്വമെടുക്കും, തെലങ്കാന എന്ന സംസ്ഥാനം യാഥാർത്ഥ്യമായാൽ അതിൽ കൂടുതൽ ഒന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞ റാവു തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് 9 കൊല്ലം നീണ്ട 9 കൊല്ലത്തെ കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടിയ ഭരണത്തിലെ താൻപോരിമയും അതുപോലെ തന്നെ സ്വന്തം ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വാരിക്കോരി സർക്കാർ ഖജനാവിന്ന് കൊടുത്ത സമ്മാന തുകകൾ എത്രയെന്ന് വീണ്ടും വീണ്ടും ഓഡിറ്റ് നടത്തിയാൽ പോലും മനസ്സിലാവില്ല എന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള രേവന്ത് റെഡ്ഡിയെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ജയിലഴിക്കുള്ളിലേക്ക് ആക്കേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് തന്നെയാണ് രേവന്ത് റെഡ്ഡി മുന്നോട്ട് പോകുന്നത്. തന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കടുത്ത പ്രയോഗങ്ങളൊന്നും കാട്ടരുതേ എന്ന യാചനയുമായി നടക്കുകയാണ് ഇപ്പോൾ ചന്ദ്രശേഖര റാവു. തെലങ്കാന കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി എന്ന ദുഷ്പേര് അതിന് ഉടമ ചന്ദ്രശേഖര റാവു മാത്രമായിരിക്കുമെന്നും ഇത് ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതപ്പെടുമെന്നും രേവന്ത് റെഡ്ഡി വെറുതെ പറഞ്ഞതല്ല. അതിനിടയിൽ അക്ബറുദ്ദീൻ OIC ഈ അടുത്ത് തെലങ്കാന നിയമസഭയിൽ പറഞ്ഞൊരു വാചകമുണ്ട്. എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചില്ല, എന്തുകൊണ്ട് 17 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് 8ലേക്ക് ചുരുങ്ങി? ഇത്തരം ചോദ്യങ്ങളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് 15 16 സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിച്ചേക്കാം എന്നായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം BJP മുഴുവൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇതിന് മറുപടിയായി രേവന്ത് റെഡ്ഡി പറഞ്ഞത് നിങ്ങളുണ്ടല്ലോ BJPയെ പല സ്ഥലങ്ങളിലും ജയിപ്പിക്കാൻ എന്ന രീതിയിൽ തന്നെയാണ്. അതായത് B ടീമായി പ്രവർത്തിക്കുന്ന OIC, BJPയുടെ B ടീമായി എക്കാലവും പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിഭജനവും കുത്തിത്തിരിവും ഉണ്ടാക്കുന്ന OICയെ പോലുള്ളവർ ഇന്ത്യ രാജ്യത്തിന് തന്നെ അപമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങളെ വേർതിരിക്കാൻ കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്ന BJPക്ക് എല്ലാ തരത്തിലും സപ്പോർട്ട് നൽകുന്ന പാർട്ടിയായി OICയുടെ AIMIM മാറിക്കഴിഞ്ഞിരിക്കുന്നു. രേവന്ത് റെഡ്ഡി ഒരു വാചകം കൂടി പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പാർട്ടിയിലുള്ള നല്ലവരായ ആളുകൾ തീർച്ചയായും വളരെ വൈകാതെ കോൺഗ്രസിലേക്ക് എത്തും, അതോടുകൂടി AIMIM ഒരു ഓർമ്മയാകും എന്ന് വളരെ സൗമ്യമായി തന്നെ രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.